അതുകൊണ്ട് നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവേൻ. നിങ്ങളേറെ വിതച്ചു, അല്പം മാത്രം കൊയ്തു. നിങ്ങളത് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഞാനത് ഊതിപ്പറത്തി. നിങ്ങൾ ഭക്ഷിക്കുന്നു, തൃപ്തരാകുന്നില്ല. നിങ്ങൾ പാനം ചെയ്യുന്നു, നിങ്ങളുടെ ദാഹം മാറുന്നില്ല. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, കുളിര് മാറുന്നില്ല. എന്നിട്ട് ദൈവമായ കർത്താവ് ചോദിക്കുക, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? കുറേ കഷ്ടപ്പെടുന്നുണ്ട്, കുറേ അധ്വാനിക്കുന്നുണ്ട്. ദൈവം പറഞ്ഞില്ലേ, നിങ്ങളുടെ നടത്തം മുന്നോട്ടല്ല പിന്നോട്ടാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 31-ാമത്തെ തിരുവചനം. ശിമയോൻ, ശിമയോൻ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനിപ്പോൾ UK നിൽക്കുന്നത്. സണ്ണി കാട്ടൂക്കാരൻ ഇവിടെ പരിശുദ്ധ കുർബാനയ്ക്ക് വന്നതാണ്. അത് കഴിഞ്ഞപ്പോൾ ഒരു വചനം ഈശോ സന്ദേശം തന്നു. അത് ഒന്ന് കേൾപ്പിക്കണം. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവമക്കളൊന്ന് കേൾപ്പിക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വചനം റെക്കോർഡ് ചെയ്യുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 22-ാം അധ്യായം 31-ാമത്തെ തിരുവചനം. യേശു പറഞ്ഞ വചനം അത്. ശിമയോൻ, ശിമയോൻ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. പക്ഷെ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് കർത്താവ് പറയുക, നീ തിരിച്ചു വരണം, ഇതുപോലെ നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. ഇന്ന് ഈ വചനം കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ ഒരു ഈശോയുടെ വിശ്വാസത്തിൽ നിലനിൽപ്പുണ്ടെങ്കിൽ, കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ആരുടെയും യോഗ്യതയല്ല, നമ്മളാരും കാത്തു സൂക്ഷിച്ചത് കൊണ്ടല്ല, നമ്മൾ ചെയ്ത നന്മ പ്രവൃത്തികളുടെ ഫലമല്ല, നമ്മുടെ വിശുദ്ധിയുടെ കാരണമൊന്നല്ല. പ്രിയമക്കളെ, യേശു ക്രിസ്തു സ്വർഗീയ പിതാവിനോട് നമുക്ക് വേണ്ടി ഒരു സംരക്ഷണം ചോദിച്ചു, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് നമുക്കൊരു പ്രൊട്ടക്ഷൻ തന്നു. അതുകൊണ്ട് മാത്രമാണ് പിശാചിൻ്റെ പിടിയിൽപ്പെട്ട് നശിച്ചു പോകാതെ നമ്മളിൽ പലരും ഇന്ന് ദൈവസ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്ന സ്നേഹമുള്ളവരെ. സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റിക്കളയാൻ ഉദ്യമിച്ചു. ഉണ്ടെന്നേ ഒന്ന് ഓർത്തു നോക്കിക്കുക. കഴിഞ്ഞ കാലങ്ങളൊന്ന് ചിന്തിച്ച്, നശിച്ചു പോകേണ്ടതല്ലായിരുന്നേ? അന്ന് ആ തിന്മയുടെ ബന്ധനത്തിൽപ്പെട്ട് നീ തകർന്നു പോകേണ്ടതല്ലായിരുന്നേ? ദൈവമല്ല നിന്നെ രക്ഷിച്ച്. ആ കർത്താവ് പറയുക, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. പക്ഷേ നിന്റെ വിശ്വാസം ക്ഷയിച്ചു പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ സ്വർഗീയ പിതാവിനോട് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈശോ പറയുക. എന്നിട്ട് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നൊരു വചനം എന്താണെന്നറിയാമോ? നീ തിരിച്ചു വരണം. ഇനിയും നീ എന്തെങ്കിലും അസ്വസ്ഥ ഉണ്ടെങ്കിൽ, അശുദ്ധി ഉണ്ടെങ്കിൽ, ഒരു കൊച്ചു പാപമുണ്ടെങ്കിൽ, നീ അതിൽ നിന്ന് തിരിച്ചു വരണം. എന്നിട്ട് നിൻ്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. ഇന്ന് ലോകത്ത് ജീവിക്കുന്ന എല്ലാ യേശു വിശ്വാസികളുടെയും ഒരു കടമയാണ് പ്രിയപ്പെട്ടവരെ, സുവിശേഷം പ്രസംഗിക്കണം, ദൈവവചനം പറയണം. ഞാൻ ഇന്നാളൊരിക്കൽ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഞാനെപ്പോഴും നോർത്ത് ഈസ്റ്റൊക്കെ പോയി വചനം പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി, ദൈവമേ, ഈ UK വരണം, ഇവിടെ വെച്ച് 2 വചനം പറയണം. ദൈവം അത് പൂർത്തീകരിക്കുക. സ്നേഹമുള്ള ദൈവമക്കളെ, കർത്താവിൻ്റെ സ്നേഹം നമ്മളിൽ കുടികൊള്ളുന്നുണ്ടെങ്കിൽ, നീ യേശുവിനെ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ സുവിശേഷം പ്രസംഗിക്കണം. ഇത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവർ. അതാ ഈശോ പറഞ്ഞാൽ, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. നമുക്ക് ലോകം മുഴുവനും പോകാൻ പറ്റിയെന്ന് വരില്ല. എന്നാൽ നമ്മളിരിക്കുന്ന ആ സ്ഥലത്തിരുന്ന് ദൈവജനത്തിന് വേണ്ടി നീ കൈവിരിക്കുമ്പോൾ, ലോകം മുഴുവനുമുള്ള നാനാജാതി മതസ്ഥർക്കും എല്ലാ രാജ്യക്കാർക്കും വേണ്ടി നീ മധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോൾ, നീ ഓർക്കുക, നീ ലോകം മുഴുവൻ സുവിശേഷം പ്രസംഗിക്കുന്ന വ്യക്തിയാണ്. അത് വലിയൊരു അനുഗ്രഹം പ്രിയപ്പെട്ടവരെ. ഇന്ന് അനേക സ്ഥലങ്ങളിലൊന്ന് ഓർത്തു നോക്കിക്കേ. പള്ളികളിൽ ആളുകൾ കുറഞ്ഞു, വിശ്വാസം കുറഞ്ഞു, വിശ്വാസം ക്ഷയിച്ചു പോയി. പണ്ട് കത്തി ജ്വലിച്ചു നിന്നിരുന്ന ആ ദൈവകൃപ ഇന്ന് കുറഞ്ഞു പോയി പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ ആ മുത്ത് പന്നികൾക്ക് വിതറിപ്പോയി. നിങ്ങളുടെ ആ നാണയത്തൊട്ട് നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു, ദൈവം പറയുക. അതുകൊണ്ട് സ്നേഹമുള്ള ദൈവമക്കളെ, നമ്മൾ ഇനിയും മുന്നേറണം. നമ്മുടെ ഒരൊറ്റ ദൗത്യമാണ്, നീ തിരിച്ചു വന്ന് നിൻ്റെ സഹോദരനെ ശക്തിപ്പെടുത്തണം. നീ മറ്റുള്ളവരെ, വീണുപോയവരെ, വിശ്വാസത്തിൽ ക്ഷയിച്ചു പോയവരെ, ഗോതമ്പ് പോലെ പാറ്റപ്പെട്ടവരെയൊക്കെ നീ വീണ്ടും പടുത്തുയർത്തണം. ആ സ്നേഹത്തിലേക്ക് കൊണ്ടുവരണം. യേശുവിനെ കുറിച്ച് പറയണം, മധ്യസ്ഥം പ്രാർത്ഥിക്കണം, ദൈവനാമത്തിൽ നന്മ ചെയ്യണം. ഇത് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് തൊട്ട് നമുക്ക് കട്ടായമായിട്ട് പറയാം, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാത്തൊരു നിമിഷം ഉണ്ടാകാൻ പാടില്ല.
എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാത്തൊരു ദിവസം ഉണ്ടാകാൻ പാടില്ല. ഞാൻ ദൈവജനത്തിന് വേണ്ടി കൈവിരിക്കും. ദൈവം പറഞ്ഞില്ലേ, ഹഗ്ഗായി പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 4-ാമത്തെ തിരുവചനം, എൻ്റെ ആലയം തകർന്നു കിടക്കുക, നിങ്ങളൊക്കെ മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കാൻ വ്യഗ്രത കാട്ടുക. എൻ്റെ ആലയം തകർന്നു കിടക്കുക. ദൈവത്തിൻ്റെ ആലയം തകർന്നു കിടക്കുക എന്ന് പറഞ്ഞാൽ ഒരു പള്ളി പൊളിഞ്ഞു കിടക്കുന്നതല്ല, ഒരു ചാപ്പൽ നശിപ്പിക്കപ്പെട്ട അവസ്ഥയിലുള്ളതല്ല പ്രിയപ്പെട്ടവരെ. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ തിരുവചനം, നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയുന്നില്ലേ? എങ്കിൽ ഈ ലോകത്തുള്ള സകല മനുഷ്യരും ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. അതാ കർത്താവ് പറഞ്ഞ ഹഗ്ഗായി പ്രവചനത്തിലൂടെ, എൻ്റെ ആലയം തകർന്നു കിടക്കുന്നു, നിങ്ങളൊക്കെ മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കാൻ വ്യഗ്രത കാട്ടുന്നു. എന്നിട്ട് അതിന് തുടർച്ചയായിട്ട് വചനം പറയാം, അതുകൊണ്ട് നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ. നിങ്ങളേറെ വിതച്ചു, അല്പം മാത്രം കൊയ്തു. നിങ്ങളത് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഞാനത് ഊതിപ്പറത്തി. നിങ്ങൾ ഭക്ഷിക്കുന്നു, തൃപ്തരാകുന്നില്ല. നിങ്ങൾ പാനം ചെയ്യുന്നു, നിങ്ങളുടെ ദാഹം മാറുന്നില്ല. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, കുളിര് മാറുന്നില്ല. എന്നിട്ട് ദൈവമായ കർത്താവ് ചോദിക്കുക, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? കുറേ കഷ്ടപ്പെടുന്നുണ്ട്, കുറേ അധ്വാനിക്കുന്നുണ്ട്. ദൈവം പറഞ്ഞില്ലേ, നിങ്ങളുടെ നടത്തം മുന്നോട്ടല്ല പിന്നോട്ടാണ്. എന്താ ഇത്രയൊക്കെ ഉണ്ടാക്കി, ഒന്നും കാണുന്നില്ലല്ലോ. ഇത്രയൊക്കെ സമ്പാദിച്ചു, ഒന്നുമില്ലല്ലോ മിച്ചം. എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഞാനത് വീട്ടിലേക്ക് കൊണ്ടുവന്നു, അത് ദൈവം ഊതിപ്പറത്തി എന്നാണ് പറയണത്. ഒരു ആക്സിഡൻറ്റ് വന്നു, ഒരു പ്രശ്നം വന്നു, ഒരു അസ്വസ്ഥത വന്നു, ഒരു തകർച്ച വന്നു, ഒരു രോഗപീഠ വന്നു, കഴിഞ്ഞില്ലേ? നമുക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ഈശോ ചോദിക്കുക. അതിൻ്റെ ഉത്തരമായിട്ട് ഹഗ്ഗായി പ്രവചനത്തിൽ ദൈവം പറയുക, എൻ്റെ ആലയം തകർന്നു കിടക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഭവനങ്ങളെ പ്രതി വ്യഗ്രത കാട്ടുക. എൻ്റെ കുടുംബം, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, എൻ്റെ ജീവിതം, എനിക്കുള്ളത് പോരാ പ്രിയപ്പെട്ടവരെ. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യണം, അതിനുവേണ്ടി പരിശ്രമിക്കണം, കർത്താവിൻ്റെ ആ ആലയങ്ങളെ പടുത്തുയർത്തണം. അതുകൊണ്ട് നമുക്ക് ഈ വചനം ഇന്ന് ഓർക്കാം. നീ തിരിച്ച് വന്ന് നിൻ്റെ സഹോദരനെ ശക്തിപ്പെടുത്തണം. നീ തിരിച്ചു വരണം കേട്ടോ. ഏതവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ള, കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരണം. എന്നിട്ട് നമ്മുടെ സഹോദരങ്ങളെ ശക്തിപ്പെടുത്തണം. അതിനുള്ള കൃപ എനിക്കും നിങ്ങൾക്കൊക്കെ ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. UK-യിൽ നിന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ പോകും. അത് കഴിഞ്ഞ് ആസാമിൽ ധ്യാനമുണ്ട്, ഹിന്ദി കൺവെൻഷൻ. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മ നിങ്ങളെ സഹായിക്കട്ടെ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, ഇതിൻ്റെ പിന്നിൽ പ്രാർത്ഥിക്കുന്ന സകലർക്കും ദൈവം അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. UK-യിലെ ഗോതമ്പ് വയലാണ് ഈ കാണുന്നത്.